ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു വലിയ കണ്ടെത്തലിൻ്റെ തൊട്ടടുത്താണ്. പക്ഷേ നിങ്ങളുടെ ഡാറ്റ മൊത്തം ഒരു ബഹളം പോലെ, ഒന്നും ക്ലിയറല്ല. ഇതൊരുപാട് ഗവേഷകർ നേരിടുന്ന ഒരു പ്രശ്നമാണ്, ഒരു തലവേദന തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആശയക്കുഴപ്പത്തിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ശരിക്കുള്ള ഉത്തരം കണ്ടുപിടിക്കുക? അതിനൊരു വഴിയുണ്ട്. ഇന്ന് നമ്മൾ ഗവേഷകരുടെ ആ ഒരു സീക്രട്ട് വെപ്പൺ അതാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റോഡ് മാപ്പ്. ആദ്യം നമ്മൾ ഈ ഡേറ്റയിലെ നോയ്സ് എന്താണെന്ന് നോക്കും. പിന്നെ അതിന് മെരുക്കാനുള്ളൊരു ടൂള് കോവേരിയേറ്റിനെ പരിചയപ്പെടും. അവിടെ നിന്ന് ആൻകോവ എന്ന ടെക്നിക്കിന്റെ ശക്തിയും അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും മനസ്സിലാക്കും. ശരി, നമുക്ക് ആദ്യം തന്നെ എല്ലാ ഗവേഷകരും നേരിടുന്ന ഒരു അദൃശ്യനായ വില്ലനെക്കുറിച്ച് സംസാരിക്കാം. എറർ വേരിയൻസ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ പരീക്ഷണത്തിന്റെ യഥാർത്ഥ ഫലത്തെ മറച്ചുവെക്കാൻ കഴിവുള്ള ആ സ്റ്റാറ്റിസ്റ്റിക്കൽ നോയ്സ്. ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ, ഒരുപക്ഷേ നിങ്ങളുടെ ഡേറ്റയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ ഒളിഞ്ഞിരിപ്പുണ്ടാകാം. പക്ഷേ ഈ എറർ വേരിയൻസ് കാരണം അതാരും കാണാതെ പോകുന്നുണ്ടാവാം. ഇത് വെറുമൊരു സാധ്യത മാത്രമല്ല, പലപ്പോഴും ഗവേഷണത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ എറർ വേരിയൻസ് എന്ന് പറയുന്നത്? നമുക്ക് സിമ്പിളായിട്ട് പറയാം. നല്ല തിരക്കും ബഹളവുമുള്ളൊരു റൂമിൽ നിങ്ങൾ ഒരാൾ പറയുന്നത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുകയാണെന്ന് വെക്കുക. ആ ചുറ്റുമുള്ള ബഹളമില്ലേ, അതാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ എറർ വേരിയൻസ്. അതായത് നിങ്ങളുടെ പരീക്ഷണത്തിലെ പ്രധാന കാര്യം കൊണ്ട് വിശദീകരിക്കാൻ പറ്റാത്ത ബാക്കി എല്ലാ വ്യതിയാനങ്ങളും. അതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ നോയ്സ്. പക്ഷേ ഈ നോയ്സിനെ നമ്മൾ വെറുതെ അങ്ങ് അവഗണിച്ച് കളയണോ? വേണ്ട, അതിൻ്റെ ഒരു ഭാഗമെങ്കിലും നമുക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞാലോ? അവിടെയാണ് കോവേരിയേറ്റ് എന്നൊരു സൂപ്പർ ഹീറോ വേരിയബിളിന്റെ എൻട്രി. അപ്പോൾ എന്താണ് ഈ കോവേരിയേറ്റ്? ഇത് നമ്മൾ അളക്കാൻ ശ്രമിക്കുന്ന കാര്യവുമായി, അതായത് നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിളുമായി നല്ല ബന്ധമുള്ള ഒന്നാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ പുതിയ പഠനരീതികളാണ് പരീക്ഷിക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് പരീക്ഷണത്തിന് മുമ്പുള്ള അറിവ്, അതായത് ഒരു പ്രീ ടെസ്റ്റ് സ്കോർ, ഒരു നല്ല കോവേരിയേറ്റ് ആണ്. കാരണം എന്താ? കുട്ടികളുടെ ആദ്യത്തെ അറിവെന്തായാലും അവരുടെ അവസാനത്തെ പ്രകടനത്തെ സ്വാധീനിക്കും, അല്ലേ? ഇത് നമ്മുടെ ഡേറ്റയിലെ നോയ്സിന്റെ ഒരു പ്രധാന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട്, നോയ്സ്. അതിനൊരു താക്കോലുണ്ട്, കോവേരിയേറ്റ്. ഇവ രണ്ടിനെയും ഒരുമിപ്പിക്കുന്ന ഒരു അടിപൊളി ടെക്നിക്കിലേക്കാണ് നമ്മളിനി പോകുന്നത്. നമുക്ക് ഇതിനെ പടിപടിയായി മനസ്സിലാക്കാം. ആദ്യം അനോവയെ ഓർക്കാം. പല ഗ്രൂപ്പുകളുടെ ആവറേജ് തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ അനോവ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ റിഗ്രഷൻ അനാലിസിസിൻ്റെ കഴിവും കൂടെ ചേർക്കുകയാണ്. അതായത് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാനും അതുവഴി പ്രവചിക്കാനുമുള്ള കഴിവ്. ഈ രണ്ട് വമ്പന്മാരും, അതായത് അനോവയും റിഗ്രഷനും ഒന്നിക്കുമ്പോഴാണ് അനാലിസിസ് ഓഫ് കോവേരിയൻസ് അഥവാ ANCOVA ഉണ്ടാകുന്നത്. സിംപിളായി പറഞ്ഞാൽ കോവേരിയേറ്റിന്റെ സ്വാധീനം കണക്കിലെടുത്തുകൊണ്ട് ഗ്രൂപ്പുകളെ താരതമ്യം ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു കോംബോയുടെ യഥാർത്ഥ പവർ എന്താണ്? എന്തിനാണ് ഒരു ഗവേഷകൻ ആൻകോവ ഉപയോഗിക്കേണ്ടത്? അതിന് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട്. ആൻകോവയുടെ രണ്ട് പ്രധാന ഗുണങ്ങൾ ഇവയാണ്. ഒന്ന്, ഡാറ്റയിലെ ആ അനാവശ്യ ബഹളം, അതായത് എറർ വേരിയൻസ് കുറയ്ക്കുക. രണ്ട്, ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഉണ്ടാക്കാൻ അവയുടെ ശരാശരിയെ സ്റ്റാറ്റിസ്റ്റിക്കലായി ഒന്ന് ക്രമീകരിക്കുക. നമുക്ക് ആദ്യത്തെ ഗുണം നോക്കാം. എൻകോവ ശരിക്കും ഒരു നോയിസ് ക്യാൻസലിംഗ് ഹെഡ്ഫോണ് പോലെയാണ്. നമ്മുടെ കോവേരിയേറ്റ് ഉപയോഗിച്ച് നോയിസിന്റെ ഒരു ഭാഗം നമ്മൾ വിശദീകരിച്ചു മാറ്റുമ്പോൾ ബാക്കിയുള്ള എറർ ടേം ചെറുതാകും. ഇത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റിന് കൂടുതൽ പവർ കൊടുക്കും. ചെറിയ വ്യത്യാസങ്ങൾ പോലും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പവർ കിട്ടിയ പോലെ. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്ര വലുതാണെന്ന് നിങ്ങൾ നോക്കിക്കേ. ഇവിടെ കാണുന്ന പോലെ ആൻകോവ ഉപയോഗിക്കാതെ അനാലിസിസ് ചെയ്തപ്പോൾ എഫ് സ്റ്റാറ്റിസ്റ്റിക് വെറും 2.56 ആണ്. അതായത് ഫലം സിഗ്നിഫിക്കൻ്റ് അല്ല. പക്ഷേ അതേ ഡാറ്റയിൽ നമ്മൾ ഒരു കോവേരിയേറ്റ് ഉപയോഗിച്ച് ആ നോയ്സ് ഒന്ന് കൺട്രോൾ ചെയ്തപ്പോഴോ എഫ് സ്റ്റാറ്റിസ്റ്റിക് നേരെ 16ലേക്ക് കയറി. ഫലം ഹൈലി സിഗ്നിഫിക്കൻ്റായി മാറി. കണ്ടില്ലേ? ഒരേ ഡാറ്റ, പക്ഷെ കിട്ടിയ കഥകൾ രണ്ടാണ്. ഇനി രണ്ടാമത്തെ ഗുണം, ഗ്രൂപ്പുകളുടെ ശരാശരിയെ ക്രമീകരിക്കുന്നത്. അതായത് എല്ലാ ഗ്രൂപ്പുകളും പരീക്ഷണം തുടങ്ങുമ്പോൾ കോവേരിയേറ്റിൽ ഒരേ ലെവലിലായിരുന്നുവെങ്കിൽ അവരുടെ ഫലം എന്താകുമായിരുന്നു എന്ന് ആൻകോവ നമുക്ക് കാട്ടിത്തരും. ഇത് തുടക്കത്തിലുള്ള വ്യത്യാസങ്ങളെ ഇല്ലാതാക്കി ഒരു നീതിയുക്തമായ താരതമ്യത്തിന് സഹായിക്കുന്നു. ഈ ഉദ്ധരണി അത് കൃത്യമായി പറയുന്നുണ്ട്. ചിലപ്പോൾ ഒരു ഗ്രൂപ്പിലെ ആളുകൾക്ക് തുടക്കത്തിലെ രക്തസമ്മർദ്ദം കൂടുതലായിരിക്കാം. അത് കണക്കിലെടുക്കാതെ നമ്മളൊരു നിഗമനത്തിലെത്തിയാൽ അത് തെറ്റാകില്ലേ? എൻകോവ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി നമുക്ക് ശരിയായ ചിത്രം തരുന്നു. അപ്പോൾ ആൻകോവ ഒരു പവർഫുൾ ടൂളാണ്. പക്ഷേ ഇതൊരു മാജിക് അല്ല. ഇത് ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ചില നിയമങ്ങൾ പാലിക്കണം. അതിൽ ഒന്ന് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്.
ആൻകോവയ്ക്ക് ഒരുപാട് അനുമാനങ്ങളുണ്ട്. പക്ഷെ അതിലേറ്റവും പ്രധാനപ്പെട്ട ഈ ടെക്നിക്കിന് മാത്രമുള്ള ഒന്നാണ് റിഗ്രഷൻ സ്ലോപ്പുകളുടെ ഹോമോജിനിറ്റി. അതെ, ഇത് ആൻകോവയുടെ ഗോൾഡൻ റൂളാണ്. അപ്പോൾ എന്താണ് ഈ ഹോമോജിനിറ്റി ഓഫ് റിഗ്രഷൻ സ്ലോപ്സ് എന്ന് പറഞ്ഞാൽ? സിമ്പിളായി പറഞ്ഞാൽ, നിങ്ങളുടെ കോവേരിയേറ്റ് എല്ലാ ഗ്രൂപ്പുകളിലും ഒരേപോലെ പെരുമാറണം. നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ പ്രീ-ടെസ്റ്റ് സ്കോറും അവസാനത്തെ മാർക്കും തമ്മിലുള്ള ബന്ധം എല്ലാ പഠനരീതി ഗ്രൂപ്പുകളിലും ഏകദേശം ഒരുപോലെ ആയിരിക്കണം. ഒരു ഗ്രൂപ്പിൽ മാത്രം ഈ ബന്ധം വളരെ ശക്തവും മറ്റൊന്നിൽ വളരെ ദുർബലവുമാണെങ്കിൽ അവിടെ ആൻകോവ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈയൊരു ചോദ്യത്തോടെ നമുക്ക് നിർത്താം. നിങ്ങളുടെ സ്വന്തം ഡേറ്റയിൽ ഇതുപോലെ എന്തെല്ലാം സത്യങ്ങളായിരിക്കാം ഒളിഞ്ഞിരിക്കുന്നത്? ഒരുപക്ഷേ ആൻകോവ പോലുള്ള ശരിയായ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ താക്കോൽ ഉപയോഗിച്ചാൽ മാത്രം തുറക്കാൻ കഴിയുന്ന ചില കണ്ടെത്തലുകൾ ചിന്തിച്ചു നോക്കൂ.